എന്തെങ്കിലും ഒരു മുസീബത്ത് നമ്മളെ ബാധിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തിൽ ഒരു മുസീബത്ത് ബാധിക്കുന്നതുണ്ട്, ആ മുസീബത്തുകളെല്ലാം പടച്ചോന്റെ രേഖയിൽ മുമ്പ് രേഖപ്പെട്ട് കിടന്നതാണ്. അല്ലാഹ് രേഖപ്പെടുത്തി വെച്ചതാണ്. അത് പടച്ചവന് വളരെ എളുപ്പമുള്ള കാര്യവുമാണ് എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്. എന്തിനാണ് അല്ലാഹു ഈ കാര്യം നമ്മളോട് പറയുന്നത്? ലിക്കൈല തഖസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ വല്ലാതെ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് പടച്ചവൻ പറയുന്നത്. നിങ്ങൾക്ക് ലഭിക്കുമ്പോഴേ വല്ലാതെ ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടിയുമാണ് അല്ലാഹു ഇത് പറയുന്നത്. സന്തോഷവും സങ്കടങ്ങളും മനുഷ്യനുണ്ടാകുക, ദുഃഖവും ഭയവും മനുഷ്യനുണ്ടാവുക എന്നത് സാധാരണയാണ്. ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഈമാൻ പരിചയമാക്കിക്കൊണ്ടാണ്. നമ്മൾ കാണാറുണ്ട്, മഴ വർഷിക്കുമ്പോൾ പക്ഷികൾ ഇലകൾക്കടിയിൽ അഭയം തേടാണ്, മരങ്ങൾക്കടിയിൽ അഭയം തേടാണ്. പക്ഷേ വേറൊരു പക്ഷിയുണ്ട്. ആ പക്ഷി കാർമേഘങ്ങളെക്കാൾ മുകളിൽ പറന്നുയർന്നുകൊണ്ടാണ് മഴയിൽ നനയാതിരിക്കുന്നത്. അതൊരു പരുന്താണ്. ആ പരുന്തിനെ പോലെ ഈമാൻ പരിചയാക്കി ജീവിതത്തിൽ വരുന്ന സുഖദുഃഖങ്ങളെയും പരീക്ഷണങ്ങളെയും ദുഃഖത്തെയും ഭയപ്പാടിനെയും അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയണം എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. അങ്ങനെ അഭിമുഖീകരിക്കുമ്പോഴാണ് മനുഷ്യന് ആത്മബലം ഉണ്ടാവുകയും. നിങ്ങൾ കേട്ടില്ലേ, ഫിർഔനിന്റെ മാജിക്കുകാരുടെ ഒരു കഥയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരുന്നു സാഹിര്യങ്ങളുടെ ഒരു സംഭവം. മൂസാ നബി അലൈഹിസ്സലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണല്ലോ അവര് ഫിർഔന് സാഹിര്യങ്ങളെ ഒരുക്കി കൊണ്ടുവന്നത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിന്റെ മുന്നിൽ സാഹിര്യങ്ങൾ പരാജയപ്പെടുന്നു. ഇത് സിഹറാണ്, ഇത് കേവലം ജാലവിദ്യയാണ് എന്ന് ഇവർക്കറിയാം. അങ്ങനെയാണ് അവർ പറയുന്നത്, ആമന്ന ബിറബ്ബി മൂസ വ ഹാറൂൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചപ്പോഴേ ഫിർഔൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നോട് ചോദിക്കാതെയാണോ, ഞാൻ ഉത്തരവിടാതെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളെ വലത്തേക്കാലും ഇടത്തെ കൈയും ഓരോ കൈയും കാലും എതിർ ദിശയിൽ നിന്ന് ഞാൻ വെട്ടിക്കളയും, എന്നിട്ട് നിങ്ങളെ ഈത്തപ്പന മരത്തിന്റെ മുകളിൽ നാട്ടും എന്ന് ഫിർഔൻ ഉത്തരവിറക്കിയപ്പോ അവര് പറഞ്ഞ ഒരു വാക്ക്, നിനക്ക് എന്ത് വിധിക്കാൻ കഴിയുമോ നീ വിധിച്ചോ, ഇവിടെയല്ലേ നീ വിധിക്കുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈമാനിനെ പരിചയാക്കി ആത്മബലം നിലനിർത്തുകയാണ് ആ മനുഷ്യര് ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളായ നമ്മുടെ വലിയൊരു ഭയപ്പാടിന്റെ ഉൾമുനയിലാണ്. നമ്മുടെ ഭരണകൂടം CA NRCയും നിയമമാക്കി കൊണ്ടുവരുമ്പോൾ വരും കാലങ്ങളിൽ ഇതുപോലെ പള്ളിയിൽ ഒരുമിച്ച് കൂടി നമസ്കരിക്കാൻ നമുക്ക് കഴിയുമോ, നമ്മുടെ നിലനിൽപ്പിനെ വരെ ചോദ്യം ചെയ്യുന്ന ഒരു ഭയപ്പാടിന്റെ മുൾമുനയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഇത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ അത്തരം പരീക്ഷണങ്ങളെ നമ്മൾ നേരിടേണ്ടത് ഈമാനായ പരിചയം കൊണ്ടാണ്. ലോക ചരിത്രത്തിൽ ഈ രണ്ട് ഭരണാധികാരികളെ സംബന്ധിച്ച് ഈ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ പേര് സൂചിപ്പിച്ച ഫിർഔൻ തന്നെയാണ്. ഒന്ന്, അവർക്ക് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഹാമാൻ എന്നാണ്
ആ മന്ത്രിയുടെ പേര്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സേനാധിപതികളാണ്, ഏറ്റവും വലിയ അക്രമികളാണ്, ഏറ്റവും വലിയ ധിക്കാരികളാണ് അവർ. ഈ സമൂഹത്തോട്, ഈ സമുദായത്തോട് ചെയ്ത ക്രൂരത പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയായിരുന്നു അവർ ചെയ്ത ക്രൂരത ഖുർആൻ പറഞ്ഞു തരുന്നത്? ആ നാട്ടിലുള്ള ജനങ്ങളെ അവൻ ചെയ്തത് രണ്ട് കക്ഷികളാക്കി തിരിച്ചു, കക്ഷികളാക്കി അങ്ങോട്ട് മാറ്റി. എന്നിട്ട് അവരിൽ നിന്ന് ഒരു കക്ഷികളെ ദുർബലരായി അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഖുർആൻ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരിക. കക്ഷികളായി ജനങ്ങളെ വേർതിരിക്കുന്നു, എന്നിട്ട് അതിൽ നിന്നൊരു കക്ഷിയെ ദുർബലരായിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ അർഹതയില്ല, നിങ്ങൾക്ക് ഇവിടെ പൗരത്വമില്ല എന്ന് പ്രഖ്യാപിച്ചു അവരോട്. എന്നിട്ട് അവർ മൂന്നാമത് ചെയ്ത കാര്യം ഖുർആൻ പറയുന്നത് അവരുടെ ആൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവർ കൊല്ലുകയാണ് ചെയ്തത്. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ബനൂ ഇസ്രായേലിൽ ഒരു ആൺകുട്ടി ജനിച്ചാൽ, ബനൂ ഇസ്രായേലിൽ ഒരു പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞാൽ ആ സ്ത്രീ ഫിർഔനിന്റെ പട്ടാളക്കാരുടെ നിരീക്ഷണത്തിലാണ്. നമ്മൾ ആലോചിച്ചു. എന്നിട്ട് ആ സ്ത്രീ പ്രസവിച്ചാൽ പട്ടാളം അവിടെ ഓടിയെത്തുന്നു. ആൺകുട്ടിയാണെങ്കിൽ ആ പിതാവിന്റെയും മാതാവിന്റെയും മുന്നിൽ വെച്ച് നിഷ്ഠൂരമായി കൊല ചെയ്ത് കളയുന്നു. ഹാമാനും ഫിർഔനും ചെയ്ത ക്രൂരതയെ പറ്റിയാണ് പടച്ചോൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെയാണ് പടച്ച തമ്പുരാന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അല്ലാഹു തആല മൂസ അലൈഹിസ്സലാമിന്റെ ഉമ്മയോട്, നമുക്കറിയാലോ കാരണം എന്തിനാ കൊന്നതിന്. മൂസ എന്ന ഒരു കുട്ടി, ബനൂ ഇസ്രായേൽ ജനിക്കുന്ന ഒരു കുട്ടി അവർക്ക് ഭീഷണിയാകുന്നത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കുട്ടി ഏതാണെന്ന് അവർക്കറിയില്ല. ആ കുട്ടി മൂസാ നബി അലൈഹിസ്സലാമാണ്. പടച്ചോൻ തീരുമാനിച്ചു. ആ കുട്ടിയെ പ്രസവിച്ചു, ഉമ്മയോട് പറഞ്ഞു പാല് കൊടുക്കുക, എന്നിട്ട് ഈ കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലേക്ക് എറിയുക. എന്നിട്ട് ഉമ്മയോട് പടച്ചോൻ പറയാം, ലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി. നീ ഭയപ്പെടണ്ട, നീ ദുഃഖിക്കണ്ട, നിന്നിലേക്ക് ആ കുട്ടിയെ തിരിച്ചു തരും എന്ന് അല്ലാഹു തആല പറയുന്നത്. ചരിത്രം ദീർഘമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായി പ്രവേശിക്കുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ചരിത്രമാണ്. ത്വാരിഖ് ഇബ്നു ശിഹാബിൽ നിന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരാള് ഒരു ഈച്ച കാരണമായി സ്വർഗ്ഗത്തിൽ കടന്നു, മറ്റൊരാള് ഒരു ഈച്ച കാരണമായി നരകത്തിൽ പ്രവേശിച്ചു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ജനങ്ങൾ ചോദിച്ചു, സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അതെങ്ങനെയാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന്. ഒരു പ്രദേശത്തു കൂടി, മുമ്പ് കാലത്ത് ഒരു പ്രദേശത്തു കൂടി രണ്ടുപേര് നടന്നു പോവുകയാണ്. ആ പ്രദേശത്ത് ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ഒരു ആചാരമുണ്ട്. ആര് ആ നാട്ടിൽ കൂടി നടന്നു പോകുമ്പോഴും അവർക്കുള്ള വിഗ്രഹത്തിന് എന്തെങ്കിലും ഒന്ന് ബലിയർപ്പിക്കണം. ഈ രണ്ടുപേരും നടന്നു പോകുമ്പോൾ അവരോട് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞില്ല. പലതും ബലിയർക്കാൻ പറഞ്ഞു, അവർ പറഞ്ഞില്ല. അവസാനം പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, ഒരു ഈച്ചന അത്രയല്ലേ, അതിന് പൈസ മുതലില്ല, ഒരു ഈച്ചനെ നിങ്ങളൊന്ന് ബലിയർക്കണം. ഒരാള് പറഞ്ഞു, ഓക്കെ ഈച്ച മതിയോ, റെഡി. അയാൾ ആ വിഗ്രഹത്തിന് വേണ്ടി ഈച്ച വരുന്നു. മറ്റൊരാള്, വേറൊരാളുണ്ടല്ലോ, അയാളോട് പറഞ്ഞു, അയാളൊന്നുമില്ല. എന്റെ വിശ്വാസത്തിനെതിരാണ്, എന്റെ ഈമാനിനെതിരാണ്. അയാളെ ഈമാൻ പരിചയാക്കിക്കൊണ്ട് നിൽക്കുകയും അയാള് കൊല ചെയ്യപ്പെടുകയും അയാള് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത സംഭവം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തിനാണ്
എന്തിനാണെന്നറിയുമോ? ആത്മബലം ഉള്ള ഒരാള്, അയാൾക്ക് ഭയപ്പാടില്ല, അയാൾക്ക് ദുഃഖമില്ല, അയാൾക്ക് വലുത് സ്വർഗമാണ്. അയാളുടെ വിശ്വാസമാണ് അയാൾക്ക് വലുത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ ആത്മബലമുള്ള ഒരാൾക്ക് ഖൗഫും ഹുസ്നും ഉണ്ടാവുകയില്ല. ഖൗഫ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ വരാൻ പോകുന്ന ഭയപ്പാടാണ്. ഹുസ്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ചതിനെ പറ്റിയുള്ള ഒരു ദുഃഖമാണ്. ഇത് രണ്ടും ഉണ്ടാവുകയില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് റസൂലിനെ നിയോഗിച്ചത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോകത്തുള്ള പല അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം. ബാപ്പയുടെ സുഖം എന്താണ് ഉമ്മയുമായുള്ള ബന്ധങ്ങൾ, ഉമ്മയുമായി ഇടപെട്ട് വരുമ്പോഴേക്കും ആ ഉമ്മ വേർപെട്ട് പോയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. ശേഷം വളർത്തിയ ഉപ്പാപ്പയും മൂത്താപ്പയും മരണപ്പെട്ടു പോയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാമായ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹാ, അവിടുത്തെ വേർപാട് റസൂലിന് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള ഓരോ സംഭവം നമ്മൾ എടുത്ത് വായിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജനിച്ച നാടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുക വരെ ചെയ്തല്ലോ. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് സ്വഹാബികൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടുത്തെ മുഖത്ത് നിന്ന് പുഞ്ചിരി മാഞ്ഞിട്ടില്ല. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി മായാതെ അവിടുത്തെ ജീവിതം ഉണ്ടായി? ഇത്രയും പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടും അതാണ് നമ്മളെ അന്വേഷണം നടത്തേണ്ടത്. ആ ഒരു ആത്മപരമാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അതെങ്ങനെയാണ് എന്നുള്ള അന്വേഷണം നടത്തുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി വയഖീനൻ സാദിഖ. പടച്ചോനെ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്റെ ഹൃദയം സന്തോഷിക്കുന്ന, എന്റെ ഹൃദയത്തിന് സന്തോഷം ലഭിക്കുന്ന ഈമാനാണ്, ശക്തമായ സത്യമായ ഈമാനാണ്, ഒരു നിഫാഖുമില്ലാത്ത, ഒരു കളങ്കവുമില്ലാത്ത, ഒന്നിന്റെയും മുന്നിൽ പതറിപ്പോകാത്ത ഒരു ഈമാനിനെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് സ്വഹാബത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കി, ഇത് തന്നെയാണല്ലോ അല്ലാഹു തആല സൂറത്തെ ഹദീദിൽ നമ്മളോട് പറഞ്ഞത്. എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ വല്ലാതെ ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു വിപത്ത് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ വല്ലാതെ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടച്ചോണിത് പറഞ്ഞത് എന്ന് ഞാൻ എന്റെ ആമുഖത്തിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പടച്ചോനോട് ചോദിക്കേണ്ടത് നമുക്ക് ഈ 3 ഗുണങ്ങളുള്ള ഈമാനിന് വേണ്ടിയാണ്. ഈ 3 ഗുണങ്ങളുള്ള ഈമാനാണ് നമുക്ക് വേണ്ടത്. വർത്തമാന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദൗർബല്യം ഈമാനിന്റെ ദൗർബല്യമാണ്. നമുക്കറിയാം, ഇത് കണ്ണൂർ ജില്ലയാണ്. നിങ്ങളെക്കാട്ടൊക്കെ അഭിമാനിക്കാൻ ഒരു പവറുണ്ട്. ഈ ലോകം നിയന്ത്രിക്കുന്ന ഞങ്ങളുടെ ഒരു ജില്ലക്കാരനാണ് എന്ന് പറയുന്ന ആൾക്കാർ ലോകത്ത് ജീവിക്കുമ്പോ പറയുന്ന ആളെ സംബന്ധിച്ചല്ല നമുക്ക് ചിന്തിക്കാറുള്ളത്. അത് ഉൾക്കൊള്ളുന്നവരെ പറ്റിയാണ് നമുക്ക് ഭയപ്പാടുള്ളത്. അത് കേട്ട് നിൽക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ടല്ലോ. ഇങ്ങനെ പടച്ചോനിൽ നിന്ന് വിട്ട് പടക്കോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത. ഈ രീതിയിലുള്ള ഈമാനിന്റെ ദൗർബല്യമാണ് വർത്തമാന കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്ക്
സംഭവിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. നമ്മളിവിടെ ഒരു സ്റ്റൂളുണ്ട്. ഒരു കുറച്ച് തടിയുള്ള മനുഷ്യനെ നമ്മൾ അതിൽ കൊണ്ടുപോയി ഇരുത്തി. ഞാനവിടെ തടിയുള്ള ഒരാളെ കൊണ്ട് ഇരിക്കുമ്പോൾ നിങ്ങളെല്ലാം അതിൽ ഇരുത്തല്ലേ, സ്റ്റൂൾ കൊണ്ടുപോയി. ഇവിടെ കുഴപ്പം തടിയുള്ള ആളല്ല പ്രശ്നം, സ്റ്റൂളിന്റെ കപ്പാസിറ്റി, കാലിന്റെ കപ്പാസിറ്റിയാണ് പ്രശ്നം. ഇവിടെ മുസ്ലിമീങ്ങൾ നേരിടുന്ന ഏതൊരു പ്രശ്നത്തിനും കാരണം നമ്മുടെ ഈമാനിന്റെ ദൗർബല്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എക്കാലത്തും മുസ്ലിമീങ്ങളെ, ഈ ഉമ്മത്തിനെ കീഴ്പ്പെടുത്താനും ഭയപ്പെടുത്താനും പലരും വന്നിട്ടുണ്ട്. ചരിത്രങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങളെ നിരത്താൻ കഴിയും. പക്ഷേ അതിനെ എതിരെ അവർ വിജയം കൈവരിച്ചത് അവരുടെ ഈമാനിക ശക്തി കൊണ്ടും ആത്മബലം കൊണ്ടും മാത്രമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ല അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്രയേലിലേക്ക് ഒരു സൈനിക നായകനായി അയക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്നു. ആ യുദ്ധത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ റളിയല്ലാഹു അൻഹുവിനെയും കൂടെയുള്ള ഏതാനും പേരെ കൈസർ രാജാവ് പിടിച്ചിരുത്തി. എന്നിട്ട് കൈസർ രാജാവ് പറയുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിട്ടുകൊള്ളാം, പക്ഷെ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ മുഹമ്മദിൽ വിശ്വസിക്കുന്ന മുഹമ്മദിന്റെ മതമുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പകുതിയുടെ ഭരണം നിങ്ങളെ ഏൽപ്പിക്കാം, ഇസ്രയേലിന്റെ പകുതി നിങ്ങളെ ഏൽപ്പിക്കാം എന്ന് പറയുന്നു. ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കാം എന്ന് പറയുന്നു. അവിടെ അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഇല്ല, നിങ്ങൾ എന്ത് തന്നെ തന്നാലും ഈ വിശ്വാസം വിട്ട് പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല, അതിനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കൈസർ രാജാവ് എണ്ണ അടുപ്പത്ത് വെച്ച് പതപ്പിച്ച് അതിലേക്ക് ഒരാളെ എടുത്തെറിഞ്ഞുകൊണ്ട് പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ, നിങ്ങൾ അനുഭവിക്കേണ്ട അനുഭവമാണ് വരാനിരിക്കുന്നത്, ഇതുപോലെ അനുഭവിക്കണം എന്ന് പറഞ്ഞപ്പോഴേ അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ പൊട്ടിക്കരച്ചിൽ കണ്ടിട്ട് സന്തോഷിക്കാൻ ഇപ്പോൾ ഇദ്ദേഹം മതന്മാരുടെല്ലായിരിക്കുന്ന ഒരു ആഗ്രഹത്തിൽ കൈസർ രാജാവ് അബ്ദുല്ലാഹ് ഇബ്നു ഖുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്, എനിക്കൊരു ശരീരമല്ലേ ഉള്ളൂ, ഇത് ഒരിക്കലല്ലേ അനുഭവിക്കാൻ കഴിയൂ എന്നൊരു സങ്കടം കൊണ്ടാണ് ഞാൻ പൊട്ടിക്കരയുന്നത്, അല്ലാതെ നിന്റെ ഈ ശിക്ഷയെ ഭയന്നുകൊണ്ടല്ല എന്ന് പറഞ്ഞ് എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആത്മപരവും ഈമാനിയും യഖീനും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ലെനിൻ മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ, കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം തളർന്നുപോയി. അദ്ദേഹത്തിന്റെ സുഹൃത്തായ സ്റ്റാലിൻ ഒരു കത്തെഴുതി, ഒരു കുട്ടി വിഷം എനിക്ക് എന്നോട് ഒരൽപ്പം സ്നേഹമുണ്ടെങ്കിൽ അതുപോലെ തളർന്ന മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു, ഡോക്ടർ മുസ്തഫ സിബായി എന്ന് പറയുന്ന ഒരു വലിയൊരു മനുഷ്യൻ. അദ്ദേഹവും ഇങ്ങനെ തന്നെ തളർന്നു. അദ്ദേഹം ഒരു ഭാഗം തളർന്നപ്പോൾ മറ്റേ കൈകൊണ്ട് അദ്ദേഹം തന്റെ സുഹൃത്തുക്കൾക്ക് കത്തെഴുതുന്നു. അദ്ദേഹം പറയാം, എനിക്ക് ഒരു ഭാഗ്യം തളർന്നത്, എനിക്കൊരു കണ്ണിന്റെ കാഴ്ചയെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, എനിക്ക് സംസാരിക്കാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മബലമായിരുന്നു. എന്റെ വിശ്വാസമില്ലാത്ത ആളുടെ അവസ്ഥ നമുക്ക് ഒരു വിവശത്തിന് ചോദിച്ചു. ഇതാണ് ഈമാനിക ആത്മബലം. അവിശ്വാസത്തിന്റെ വലിയ വിപ്ലവകാരിയായിരുന്നു. എല്ലാ വിപ്ലവ വീര്യവും ഒരു ഭാഗം തളർന്നു പോകുമ്പോഴേക്ക് നഷ്ടപ്പെടും. ഈമാനാണ് നമുക്ക് ആവശ്യം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, യാത്രയാണ്. എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, നിനക്ക് ഞാൻ ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ചില വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിലൊന്ന് മാത്രം എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
യഹ്ഫദില്ലാഹ യഹ്ഫദുക തജ്ദുഹു തുജാഹക. നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, എങ്കിൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കും. നിന്റെ മുന്നിൽ അല്ലാഹു തആല വന്ന് നിൽക്കുന്നതുപോലെ നിനക്ക് അനുഭവപ്പെടുന്നത്. വല്ലാത്തൊരു വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. ബനൂ ഇസ്രായേലിനെ ആട്ടി ഓടിക്കുകയാണ്. രക്ഷയില്ലാതെ ബനൂ ഇസ്രായേലിനെ കൂട്ടിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം യാത്ര തിരിക്കുകയാണ്. അവരെത്തിപ്പെട്ടത് എവിടെയാണ്? ഒരു നദിക്ക് മുന്നിൽ. ആർത്തിരച്ചു വരുന്ന ഒരു നദിയെയാണ് അവർ മുന്നിൽ കാണുന്നത്. പിന്നിൽ കാണുന്നത് ശത്രുക്കളെയാണ്. ഒരൊറ്റ മാർഗം, ഒന്നുകിൽ ഈ നദിയിലേക്ക് ചാടിക്കൊണ്ട് ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ ഫിർഔന്റെ പട്ടാളം പിടിക്കും. പിടിച്ചവരുടെ അനുഭവം അവരെ മനസ്സിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അവർ പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ. ഇത് പറഞ്ഞപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാക്കുണ്ട്, കല്ല ഇന്ന സയഹ്ദി റബ്ബി, ഇന്ന സയഹ്ദി എന്റെ റബ്ബ് എനിക്ക് മാർഗം കാണിച്ചു തരാതിരിക്കില്ല. അല്ലാത്തൊരു വാക്കാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നബിയെ അതാ അവരുടെ കാല് നമ്മൾ കാണുന്നു, അവരെല്ലാം ഒന്ന് കുനിഞ്ഞു നോക്കിയെങ്കിൽ നമ്മളവരെ കാണും. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എന്താ നമ്മളോട് പറഞ്ഞു തരുന്നത്? രണ്ടാളുടെ ഇടയിലുള്ള മൂന്നാമനെ പറ്റിയിട്ട് എന്താ താങ്കളുടെ കാരണം? ഇതല്ലേ നമുക്ക് പറഞ്ഞു തന്നത്? എല്ലാത്തൊരു സംഭവമാണ്. നമ്മൾ ദുഃഖിക്കണ്ട, നമ്മുടെ കൂടെ അല്ലാഹു തആല ഉണ്ട് എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പക്ഷേ എവിടെയൊക്കെ നമ്മളൊരു കാര്യം അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്ക് തവക്കുൽ വേണം, തഖ്വ വേണം. പക്ഷേ അല്ലാഹു ഉണ്ടാകുമെന്ന് ആശ്വസിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യം ഏറ്റവും അനിവാര്യമാണ്. ഒരു സംഭവം കൂടി പറഞ്ഞോട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശേഷം ബനൂ ഇസ്രായേലിനെ ഇങ്ങനെ തന്നെ ക്രൂരമായി ആക്രമിച്ച ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജാലൂത്ത് എന്നാണ്. ആ ജാലൂത്ത് രാജാവിന്റെ ക്രൂരതയെ പറ്റിയിട്ട് ഖുർആൻ നമുക്ക് ഇങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വഅബ്നാഇനാ, ഞങ്ങളുടെ വീടുകളിൽ നിന്ന് അവർ ഞങ്ങളെ ഇറക്കി വിട്ടു, ഞങ്ങളുടെ മക്കളിൽ നിന്ന് അവർ ഞങ്ങളെ ഇറക്കി വിട്ടു. മാതാവിനെ ഒരു തടങ്കൽ പാളയത്തില്, പിതാവിനെ മറ്റൊരു തടങ്കൽ പാളയത്തില്, മക്കളെ വേറെ, ഇങ്ങനെയൊക്കെ അവർ പിടിച്ചു കൊണ്ടുപോയിട്ടു. അങ്ങനെ അവരൊരു ഏറ്റുമുട്ടലിന്റെ പക്കത്ത് തീർക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹു തആല അവർക്കൊരു രാജാവിനെ, താലൂത്ത് രാജാവിനെ നേതാവായി നിശ്ചയിച്ചു കൊടുക്കുന്നു. അങ്ങനെ ജോർദാൻ നദിയുടെ തീരത്തെത്തിയപ്പോൾ ജാലൂത്ത് രാജാവിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ്. അവർ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ഒരു ജനതയാണ്, മക്കളിൽ നിന്ന് ഇറക്കിവിട്ടൊരു ജനതയാണ്, എല്ലാം നഷ്ടപ്പെട്ടൊരു ജനതയാണ്. ആ ജനതയോട് താലൂത്ത് രാജാവ് പറയാം, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ, അല്ലാഹു തആല നിങ്ങൾ ഒരു നദി കൊണ്ട് പരീക്ഷിക്കുന്നതാണ്. വല്ലാത്തൊരു വാക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇത്രയും പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചൊരു ജനതയെ അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. ജോർദാൻ നദിയിലെ വെള്ളം നിങ്ങൾ കുടിക്കരുത് എന്ന് പടച്ചോന്റെ തീരുമാനമാണ്. ഇവിടെ പടച്ചോ പറഞ്ഞത് സുലഭമായ MDMA ഇറങ്ങും, എന്നിട്ട് ആരത് കഴിക്കുന്നില്ല, ആരത് ഉപയോഗിക്കുന്നില്ല, ഞാൻ പരീക്ഷിക്കൂ എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ സുലഭമായി കഞ്ചാവ് ഉണ്ടാകും, മറ്റു മയക്കുമരുന്നുകൾ ഉണ്ടാകും, അത് ആരും ഉപയോഗിക്കുന്നില്ല, ആരും ഉപയോഗിക്കുന്നു ഞാൻ നോക്കുമെന്നല്ല പറഞ്ഞത്. ജോർദാൻ നദിയിലെ വെള്ളം നിങ്ങൾ കുടിക്കരുത് എന്നാണ് പടച്ചോന്റെ തീരുമാനം. ആ വെള്ളത്തിൽ വിഷമായിട്ട് ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അത് പടച്ചോന്റെ ഒരു തീരുമാനമാണ്. അതാണ് തഖ്വ. കുടിക്കാൻ പാടില്ല. എന്നാലോ ഈ രീതിയിൽ പീഡനങ്ങൾ അനുഭവിച്ച് ഒരു ഏറ്റുമുട്ടലിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് പോകുന്ന ജനത പടച്ചോന്റെ നിർദ്ദേശം പാലിച്ചില്ല. കുറെ ആൾക്കാർ പിടിച്ചു, കുറെ ആൾക്കാർ പിടിച്ചില്ല.
കുടിച്ചവർ പറഞ്ഞ വാക്ക് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലാ ത്വാഖത ലനാ അൽ-യൗമ ബിജാലൂത വജുനൂദിഹി. അവരുടെ ഈമാനിന്റെ വീര്യം നഷ്ടപ്പെട്ടു പോയി. ജാലൂത്ത് രാജാവിനോടോ അദ്ദേഹത്തിന്റെ സൈന്യത്തോടോ ഏറ്റുമുട്ടാനുള്ള ഒരു താക്കത്തൊന്നും ഇന്ന് നമുക്കില്ല. അവർ പറയാണ്. അതേ സ്ഥാനത്ത് ആ രാജാവിന്റെ നിർദ്ദേശം അംഗീകരിച്ചവര് അവർ തവക്കുലോട് കൂടി യുദ്ധത്തിലേർപ്പെട്ടു, വിജയം കൈവരിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഹ്ഫദില്ലാഹ യഹ്ഫദുക തജിദുഹു തുജാഹക. നിന്റെ മുന്നിൽ പടച്ചോൻ വന്നു നിൽക്കുന്നത് പോലെ നമുക്ക് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോന്ന് എടുത്ത് പറയാനുണ്ടാവും. ഒരുപാട് സംഭവങ്ങൾ എടുത്ത് പറയാനുണ്ടാവും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു, നിങ്ങൾ ഒരു സംഘത്തെ കണ്ടാൽ, ഒരു ശത്രു സംഘത്തെ കണ്ടാൽ, നിങ്ങൾ ഒരു ഭയപ്പാടിന്റെ മുന്നിലാണെങ്കിൽ നിങ്ങൾ ഓടിപ്പോകുകയല്ല വേണ്ടത്, നിങ്ങളല്ലെങ്കിൽ പതറി പോവുകയല്ല വേണ്ടത്. ഫസ്ബുതു, നിങ്ങൾ ആത്മബലമുള്ളവരായി മാറണം. നിങ്ങൾക്ക് ആത്മബലം വേണോ, നിങ്ങൾക്ക് ധൈര്യം വേണോ, ഖൗഫില്ലാതിരിക്കണോ, ഹുസ്നില്ലാതിരിക്കണോ. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ചില മാർഗ്ഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം. അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇസ്ബാത്ത് ഉണ്ടാവുകയുള്ളൂ, നിങ്ങൾക്ക് ആത്മബലം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്, പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് പോകുന്ന ആളോടാണ്, നിങ്ങൾ ധാരാളം അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് ഇറങ്ങി പോകുന്ന ഗേറ്റ് കടന്ന് പോകുന്ന ആളോടാണെന്ന് പറയുന്നത്. ഇനി പടച്ചവനെ മറക്കാൻ പാടില്ല കേട്ടോ. ഇവിടുന്ന് മാത്രം ഓർക്കേണ്ടതല്ല, പുറത്തുനിന്ന് ഓർക്കണം നിന്റെ പടച്ചവനെ എന്ന്. നിന്റെ റബ്ബിനെ എവിടെയും ഓർക്കണം. നിന്റെ ഇടപാടുകളിൽ, നിന്റെ കുടുംബ ഇടപെടലില്, സാമൂഹിക ഇടപെടലിൽ എല്ലാം റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതമായിരിക്കണം എന്ന് റബ്ബ് നമ്മളോട് പറയാം. മറ്റൊരായത്ത് നോക്കണം, നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞു പോവുകയാണെങ്കിൽ, ഹജ്ജിന് പോയി ഹജ്ജ് കഴിഞ്ഞ് ഉമ്മ പ്രസവിച്ചതുപോലെ തിരിച്ചു വരുന്ന ഒരു ഹാജിയോട് റബ്ബ് പറയുന്നുണ്ട്, നിങ്ങള് അല്ലാഹുവിനെ ഓർക്കണം. ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവിടെ പിതാക്കന്മാരുടെ മഹിമകൾ ഇങ്ങനെ പറയും. എന്നാൽ അതിനേക്കാൾ നിങ്ങൾ നിങ്ങളെ റബ്ബിനെ ഓർക്കണമെന്ന് ഹാജിമാരെ വിളിച്ചുകൊണ്ട് പടച്ചോൻ പറയുന്നുണ്ട്. നമ്മൾ പടച്ചോനെ ഓർക്കും. ജീവിതത്തിൽ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു രംഗവും നമുക്കുണ്ടായിക്കൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് അല്ലാഹു പറയുന്നത്, നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. ഭിന്നിച്ചു പോയാൽ നിങ്ങൾ വീര്യം നശിച്ചു പോകും, ധൈര്യം ക്ഷയിച്ചു പോകും. ധൈര്യം ഉണ്ടാവില്ല. ഭിന്നിച്ചു പോയാൽ, കക്ഷികളായി പോയാൽ. മഹാനായ ഇബ്നു ഖൽദൂം റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാമ ഇബ്നു ഖൽദൂം, അദ്ദേഹത്തെ സംബന്ധിച്ച് വായിച്ചവരും പഠിച്ചവരും എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പെയിനിന്റെ പതനത്തെ സംബന്ധിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയപ്പോൾ 800 വർഷമാണ് സ്പെയിന് മുസ്ലിമീങ്ങളെ ഭരിച്ചത്. ആ കാലഘട്ടത്തില് യൂറോപ്പിനെ വെല്ലുന്ന എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും എല്ലാം നടത്തിയ രാജ്യമായിരുന്നു സ്പെയിൻ. 800 വർഷം മുസ്ലിങ്ങളെ ഭരിച്ച നാട്. ആ നാട്ടിൽ നിന്ന് മുസ്ലിമീങ്ങൾ ആട്ടി ഓടിക്കപ്പെട്ടു. മുസ്ലിമീങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം അല്ലാമ ഇബ്നു ഖൽദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കാം. അദ്ദേഹം പറഞ്ഞത്, ഒന്ന് കക്ഷിതർക്കമായി. മുസ്ലിമീങ്ങൾക്കിടയിൽ കക്ഷിതർക്കങ്ങൾ ഉണ്ടായി. ഒരു കക്ഷി മറ്റൊരു കക്ഷി, അതേ വേറെ കക്ഷി, ഇങ്ങനെ കക്ഷിതർക്കങ്ങൾ ഉണ്ടായി. മുസ്ലിമീങ്ങൾ ഭിന്നിച്ചു. രണ്ടാമത് ജീവിതത്തിലെ ദുർവ്യായവും. മുസ്ലിങ്ങൾക്കിടയിലാണല്ലോ ഇന്നും ആ ദുർവ്യായം നിലനിൽക്കുന്നത്. അത് നമ്മൾ അവസാനിപ്പിക്കണം. നമ്മുടെ
നമ്മുടെ പരാജയത്തിന് കാരണമാകുന്നതാണ് ഇങ്ങനെ അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ദഅവത്തിൽ നിന്ന് പിന്മാറി എന്നതാണ്. ദഅവത്ത് ഇനിയിപ്പോ അങ്ങനത്തെ സമയമല്ല. എൻആർസിയൊക്കെ വരുന്നുണ്ട്, സിഎ ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ദഅവത്ത് നടത്തിക്കൂടാ, അതിന്റെ സമയമല്ല. നമ്മൾ പറയരുത്. ഏത് കാലത്തും പരിശുദ്ധ ഇസ്ലാം ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഒരു സംഭവം കൂടി പറഞ്ഞോട്ടെ. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 12-ാം നൂറ്റാണ്ടായിരുന്നു. താർക്കാലിയുടെ അക്രമമായിരുന്നു അത്. ചെങ്കിസ്ഖാന്റെ പടയോട്ടത്തോടെ കൂടിയിട്ട് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ അരിഞ്ഞു വീഴ്ത്തി. ഒരുപാട് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. നൈൽ നദി ചുവന്നൊഴുകി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അത്രയും പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരു സമയമുണ്ടായിരുന്നു മുസ്ലിങ്ങൾ. ചെങ്കിസ്ഖാന്റെ മകന്റെ മകൻ ഒരു കൊള്ളസംഘമായി കൊണ്ട് യാത്ര തിരിച്ചു പടയോട്ടം നടത്തി. ബുഹാറിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു മുസ്ലിം കച്ചവട സംഘത്തെ അവർ കൊള്ളയടിച്ചു. ആ കൊള്ള സംഘത്തിന്റെ തലവനിയിൽ എത്തിക്കൊണ്ട് ആ കച്ചവട സംഘത്തിന്റെ നേതാവ് അല്ലെങ്കിൽ കച്ചവട സംഘത്തിൽപ്പെട്ട ഏതൊരു വ്യക്തി പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം വിശ്വസിക്കുന്നു. ഇസ്ലാം മതം വിശ്വസിച്ച് താർക്കാലികൾ 2 ഗ്രൂപ്പുകളായി കഴിഞ്ഞു. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ഈ ചെങ്കിസ്ഖാന്റെ മകന്റെ മകൻ ബർഖാൻ അദ്ദേഹം വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ താർക്കാലികളിൽ നിന്നൊരു വിഭാഗം മുസ്ലിം പക്ഷത്തേക്ക് നിൽക്കുകയും മുസ്ലിമീങ്ങളെ എതിർത്ത് ക്രൂരമായി മർദ്ദിച്ച ആ താർക്കാലികൾക്കെതിരെ യുദ്ധം ചെയ്ത ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോഴേ നാം ദഅവത്തിൽ നിന്നൊരു കാലത്ത് പിന്മാറാൻ പാടില്ല. ഒരു കാര്യം കൂടി, ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു കഥയാണ്. ആ കഥ ഇത്രയേ ഉള്ളൂ. ഒരു ഹോസ്റ്റലിൽ 20 പേര് താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് ആൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വെറും നല്ലത്. ഒരു രാവിലെ ചായക്ക് കടിക്കുട്ടിയത് ചപ്പാത്തിയായിരുന്നു. അത് മതി എന്നൊരു 5 പേര് പറഞ്ഞു. ബാക്കി 15 പേര് പറഞ്ഞു ഇതൊന്നും മാറണം, എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ രാജാവ് അവിടുത്തെ ആ ഹോസ്റ്റലിന്റെ ഉടമ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങളിങ്ങനെ തർക്കിക്കണ്ട, നമുക്ക് വോട്ടിനിടാം. ഇങ്ങനെ വോട്ടിനിട്ടപ്പോ എന്ത് സംഭവിച്ചത്? നിങ്ങള് 4 ആള് പുട്ട് മതി എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തു. 3 ആള് ഉപ്പുമാവ് മതി എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തു. 4 ആള് പൊറാട്ടക്ക് വോട്ട് ചെയ്തു. 4 ആള് ദോശക്ക് വോട്ട് ചെയ്തു. അങ്ങനെ എല്ലാം കൂടി 15 ആള് പലതിനും വോട്ട് ചെയ്തു. 5 ആള് ചപ്പാത്തിക്ക് വോട്ട് ചെയ്തു. 5 ആള് ചപ്പാത്തി ഭിന്നിപ്പൂരിൽ നമ്മൾ ആലോചിക്കണം. ഭിന്നിക്കാൻ പാടില്ല. നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്, സത്യവിശ്വാസികളോട് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യാം, സൽക്കർമ്മകാരികളോട് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യാം. നിങ്ങളുടെ മുൻഗാമികൾക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ആധിപത്യം നൽകിയിട്ടുണ്ടോ അതുപോലെ നിങ്ങൾക്ക് ആധിപത്യം നൽകും. നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാൻ, നിങ്ങളെ മതം ദഅവത്ത് നടത്താൻ അല്ലാഹു തആല നിങ്ങൾക്ക് അവസരം ഒരുക്കി തരും. നിങ്ങൾക്ക് ഭയത്തിന്റെ ശേഷം നിർഭയത്വം റബ്ബ് നൽകും. വേണ്ടതത്ര കാര്യങ്ങൾ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, എന്നോട് ഒന്നിനെയും ശിർക്ക് ചേർക്കാൻ പാടില്ല. ഈമാനിക്ക് ബലമുള്ളവരായി മാറണം, ആത്മബലമുള്ളവർ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ ആത്മബലം, ഈമാനിക ബലം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഈ പരിശുദ്ധ റമദാൻ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം.
അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമറാഹിമിയായ ഞങ്ങളുടെ ജബ്ബാറായ നാഥ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധപ്പെട്ടവരുടെ എല്ലാത്തിനും നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.